റോമൻ റെയിൻസിന്റെ ബ്ലഡ് ലൈൻ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഹീൽ ക്യാരക്ടർ വില്ലത്തരവും തിരിച്ചു വന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ റോമൻ റെയിൻസ് അദ്ദേഹത്തിന്റെ പഴയ വില്ലൻ ക്യാരക്ടറിലേക്ക് വില്ലനിസത്തിലേക്ക് മാറിയതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ജേക്കബ് ഫാറ്റു ടീമിൽ വന്നപ്പോൾ ടീമിന്റെ ഒരു ലെവൽ മാറിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല റോമൻ റെയിൻസും അദ്ദേഹത്തിന്റെ പഴയ പ്രതാപത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് കഴിഞ്ഞ റോ എപ്പിസോഡിൽ ബ്ലഡ് ലൈനിന്റേതായിട്ട് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ. റോ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ റോമൻ റെയിൻസും അദ്ദേഹത്തിന്റെ ബ്ലഡ് ലൈനും കൂടി റിങ്ങിൽ വന്നിട്ടായിരുന്നു. റോമൻ ഉണ്ടായിരുന്നു, ജേവ്സോ ഉണ്ടായിരുന്നു, ജേക്കബ് ഫാറ്റു ഉണ്ടായിരുന്നു. ഇവർ 4 പേരും കൂടി റിങ്ങിൽ എത്തിക്കൊണ്ട് റോമൻ റെയിൻസ് അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ തന്നെ അക്നോളജ് ചെയ്യാൻ വേണ്ടി പറയുകയുണ്ടായി. റോമൻ ആദ്യം തന്നെ ജേവ്സോക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് കൊടുത്തുകൊണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിങ് ഓഫ് ദി റിംഗ് ടൂർണമെന്റിന്റെ അടുത്ത റൗണ്ടിലേക്ക് എത്തിയതിനെ തുടർന്നായിരുന്നു ആ ഒരു കൺഗ്രാറ്റുലേഷൻ കൊടുത്തത്. കാണികളോട് എല്ലാവരോടും ജേവ്സോയെ കൂടി അക്നോളജ് ചെയ്യാൻ വേണ്ടി പറയുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ജിമ്മി ഉസോയെ കുറിച്ച് റോമൻ സംസാരിച്ചു. ജിമ്മി ഉസോയ്ക്ക് ജേവ്സോയുടെ അത്രത്തോളം പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവരും പറഞ്ഞ് ജിമ്മിയെ നാണം കെടുത്തുന്നുണ്ട്. എന്നാൽ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാമെന്ന് റോമൻ പറയുകയുണ്ടായി. റോമൻ പറഞ്ഞത് ജിമ്മി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ജേ ഉസോ ഉണ്ടാകുമായിരുന്നില്ല. ഈ നിൽക്കുന്ന ട്രൈബൽ ചീഫ് ആയിട്ടുള്ള റോമൻ റെയിൻസ് ഉണ്ടാകുമായിരുന്നില്ല. ഈ ബ്ലഡ് ലൈൻ തന്നെ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് ജിമ്മി ഉസോ ഞങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ജിമ്മി ഉസോയെയും അക്നോളജ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കാണികൾ മുഴുവൻ ജേക്കബ് ഫാറ്റുവിന്റെ പേര് അവിടെ നിന്നും ചാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ജേക്കബ് ഫാറ്റുവിന് ജേ ഉസോയോടും ജിമ്മി ഉസോയോടും എന്തോ ഒരു അതൃപ്തിയുള്ളതായിട്ട് റോമൻ റെയിൻസിന് മനസ്സിലാകുന്നുണ്ടായി. ജേ അത് തുറന്നു പറഞ്ഞു. അപ്പോൾ റോമൻ ഫാറ്റുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അക്നോളജ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ചോദിച്ചപ്പോൾ റോമന്റെ കയ്യിൽ നിന്നും ആ ഒരു മൈക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു വാങ്ങി. ജിമ്മിയുടെയോ ജേയുടെയോ വാക്കുകൾ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അവരെ ഞാൻ ഒരിക്കലും അക്നോളജ് ചെയ്യില്ല. ഞാൻ നിന്നെ മാത്രമേ അക്നോളജ് ചെയ്യുകയുള്ളൂ. എൻ്റെ OTC, എൻ്റെ ട്രൈബൽ ചീഫ് നീയാണ് റോമൻ റെയിൻസ് എന്നുള്ളത് ഫാറ്റു പറയുകയുണ്ടായി. പക്ഷേ ആ ഒരു കാര്യം റോമൻ റെയിൻസിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ റോമൻ പറഞ്ഞത് എൻ്റെ കൂടെ എപ്പോഴും യെസ് പറയുന്നവർ മാത്രമല്ല വേണ്ടത്. അതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടമായി. അടുത്തതായി റോമൻ ചെയ്തിട്ടുണ്ടായിരുന്നത് തൻ്റെ ഉലാഫാല, അതായത് ആ ഒരു ചുവപ്പ് നിറത്തിലുള്ള മാല ജേക്കബ് ഫാറ്റുവിനെ അണിയിക്കുകയുണ്ടായി. ബ്ലഡ് ലൈൻ വീണ്ടും ഒന്നിക്കുന്നത് കണ്ട് ലോകം മുഴുവൻ ഭയപ്പെടണം, എല്ലാവരും പേടിക്കണം എന്നുള്ളത് റോമൻ അവിടെ നിന്നും പറഞ്ഞു. എന്നിട്ട് ബ്ലഡ് ലൈനിന്റെ ചരിത്രം പറയുകയുണ്ടായി. വൈൽഡ് സമോവൻസിൽ തുടങ്ങി യോക്കോസുന, റിക്കിഷി, ഉമാഗ, ഏറ്റവും അവസാനം ഉസോസ് വരെ എത്തി നിൽക്കുന്ന ആ ഒരു കഥ റോമൻ റെയിൻസ് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയുണ്ടായി. ജേക്കബ് ഫാറ്റു ഇതുവരെ പുറത്തു നിന്നുള്ള ഒരാളായിരുന്നു എന്നുണ്ടെങ്കിലും ഇനി മുതൽ അയാൾ നമ്മുടെ ഫാമിലി ബിസിനസിന്റെ ഭാഗമാണ് എന്നുള്ളത് റോമൻ റെയിൻസ് പ്രഖ്യാപിക്കുകയുണ്ടായി. ജേക്കബ് ഫാറ്റുവിന് ഉലാഫാല കൊടുത്തതിൽ ജേ ഉസോക്കും ജിമ്മി ഉസോക്കും വലിയ തൃപ്തിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാലും അവർ റോമൻ റെയിൻസിന്റെ കൂടെ നിന്നുകൊണ്ട് മുകളിലേക്ക് വിരലുകൾ ഉയർത്തി അവരുടെ ആ ഒരു ഐക്കോണിക് പോസ് ചെയ്യുകയുണ്ടായി. ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതിന് മുൻപേ റിംഗ് സൈഡിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് എറിക് ആൻഡ്രെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കോമഡി ആക്ടർ ആയിരുന്നു. റോമൻ റെയിൻസ് ആദ്യം തന്നെ പോയി എറിക് ആൻഡ്രയ്ക്ക് കൈ കൊടുത്തു. അത് കഴിഞ്ഞ് ജേവ്സോയുടെ അടുത്തേക്ക് കൈ കൊടുക്കാൻ പോയപ്പോൾ ജേവ്സോ കൈ കൊടുത്തില്ല, ജിമ്മി ഉസോ കൈ കൊടുത്തു. അടുത്തതായിട്ട് എറിക് ആൻഡ്രെ ജേക്കബ് ഫാറ്റുവിന്റെ പുറത്ത് മെല്ലനെ തട്ടിക്കൊണ്ട് ആ ഒരു ഉലാഫാല എടുത്തുകൊണ്ട് കളിക്കുകയുണ്ടായി. എന്നാൽ ജേക്കബ് ഫാറ്റുവിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എറിക് ആൻഡ്രയെ എടുത്തുകൊണ്ട് റിംഗ് സൈഡിലേക്കിട്ട് അത് കഴിഞ്ഞ് റിങ്ങിന്റെ അകത്തേക്ക് വലിച്ചെറിഞ്ഞ് തന്റെ കഴുത്തിലുള്ള ഉലാഫാല ഊരിക്കളഞ്ഞ് റിങ്ങിൽ വെച്ച് അടിച്ചൊരു പരിവമാക്കി. അപ്പോഴേക്കും അത് ഒഫീഷ്യൽസ് എല്ലാവരും വന്നു. കാരണം വലിയൊരു നടനാണ് അവിടെ കിടക്കുന്നത്. റോമൻ റെയിൻസും എന്താണ് കാര്യം എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നു. അപ്പോഴേക്കും ജേക്കബ് ഫാറ്റു ടേൺ ബക്കിളിന്റെ മുകളിൽ കയറി ചാടാൻ നിൽക്കുന്നുണ്ടായിരുന്നു. റോമൻ റെയിൻസ് ഉടനെ വന്നുകൊണ്ട് നോ എന്നുള്ളത് ജേക്കബ് ഫാറ്റുവിന്റെ മുഖത്തേക്ക് നോക്കി പറയുകയുണ്ടായി. ജേക്കബ് ഫാറ്റു ഒന്നും തന്നെ ചെയ്യാതെ ആ ഒരു ടേൺ ബക്കിളിന്റെ മുകളിൽ അങ്ങനെ നിന്നു. റോമൻ അപ്പോൾ തന്നെ ആദം പിയോസുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചു. അടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവന്റെ മുകളിലേക്ക് ചാട്, അവനെ കൊന്നുകള എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ജേക്കബ് ഫാറ്റു ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും ആ ഒരു കോമഡി ആക്ടറിന്റെ മുകളിലേക്ക് ചാടുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം റോമൻ റെയിൻസിന്റെ ഒരു ചിരി ഉണ്ടായിരുന്നു. മക്കളെ, ഞാൻ കണ്ടടാ, റെസ്ലിൽമേനിയ 40ക്ക് മുമ്പേയുള്ള എന്റെ ട്രൈബൽ ചീഫിനെ ഞാൻ കണ്ടടാ. അവിടെയും കൊണ്ട് തീർന്നില്ല. റിംഗ് സൈഡിലേക്ക് ജേക്കബ് ഫാറ്റു വന്നപ്പോൾ വീണ്ടും റോമൻ പറഞ്ഞു വൺ മോർ ടൈം. ഒരു തവണ കൂടി ആ ഒരു ആക്ടറിന്റെ മുകളിലേക്ക് ജേക്കബ് ഫാറ്റു ചാടുകയുണ്ടായി. ഇനി എന്തൊക്കെയാണ് ലോക്കർ റൂമിലുള്ളവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് എല്ലാവർക്കും ഒരു വാർണിംഗ് കൊടുത്തുകൊണ്ടായിരുന്നു ട്രൈബൽ ചീഫ് റിംഗ് വിട്ടു പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മക്കളെ, കിഡിലൻ ഷോ ആയിരുന്നു. അടുത്ത ആഴ്ച റോമൻ റെയിൻസ് വന്നു കഴിഞ്ഞാൽ കിഡിലനായിരിക്കും. ആരായിരിക്കും ഇവരുടെ എതിരാളി എന്നുള്ളത് അറിയാൻ കാത്തിരിക്കുകയാണ്. ഇവരുടെ കൂടെ സോളോയെ കൂടി വന്നു കഴിഞ്ഞാൽ വൻ ടീമായിരിക്കും ബ്ലഡ് ലൈൻ. തീർന്നില്ല. ഈ ഒരു റോ എപ്പിസോഡിൽ തന്നെ LA നൈറ്റിന്റെ ഒരു സെഗ്മെന്റ് കൂടി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. LA നൈറ്റ് കിങ് ഓഫ് ദി റിംഗ്
ടൂർണമെന്റിൽ തോറ്റതിനെ കുറിച്ചെല്ലാം തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള ബാൾട്ടിമോറിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. തനിക്ക് ഇന്ന് ഒരു ഷോ പോലും ഇല്ലായിരുന്നു എന്നുള്ളതും തന്റെ നാട്ടുകാരെ കാണാൻ വേണ്ടിയിട്ടാണ് താൻ ഇപ്പോൾ വന്നത് എന്നുള്ളതും LA Knight അവിടെ പറയുകയുണ്ടായി. തന്നെ ആരൊക്കെ വന്ന് അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാലും താൻ തന്റെ ജേണി അവിടെ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് LA Knight പറഞ്ഞു. അതിന് ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ആയാലും ബ്ലഡ് ലൈൻ 2.0 ആയാലും താൻ അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ. അപ്പോൾ തന്നെ ജിമ്മി യൂസോ അവിടേക്ക് വരികയുണ്ടായി. ജിമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോളോ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല, സോളോ വന്ന് അറ്റാക്ക് ചെയ്തതിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല, സോളോ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ LA Knight തിരിച്ചു ചോദിച്ചു, ഞാൻ സോളോയുടെ തല തല്ലി പൊളിച്ചാൽ നിങ്ങൾ ആരും എന്നെ തേടി വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയുമോ എന്ന്. അപ്പോൾ ജിമ്മി യൂസോ ആ ഒരു ഉറപ്പ് കൊടുത്തു. സോളോ ഞങ്ങളുടെ ടീം അല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ഉറപ്പ് നൽകാൻ കഴിയും. അപ്പോൾ തന്നെ ജേ യൂസോ അവിടേക്ക് വന്നു. ജേ യൂസോയും വന്നുകൊണ്ട് അതേ കാര്യം പറയുകയുണ്ടായി. സോളോയെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾ ആ ചെയ്തവരെ ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്ന്. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിൽ ഞാൻ നിന്നെ തോൽപ്പിച്ചതുകൊണ്ട് എന്നെ നീ അക്നോളജ് ചെയ്യണമെന്ന് ജേ യൂസോ അവിടെ നിന്നും പറഞ്ഞു. പക്ഷേ LA Knight ജേ യൂസോയെ അവിടെ നിന്നും കളിയാക്കി വിട്ടു. അപ്പോൾ തന്നെ ജേ യൂസോ LA Knightനെ പിടിച്ചു തള്ളി. ജിമ്മി യൂസോ അതിനെ എതിർത്ത് നിൽക്കാൻ വന്നെങ്കിലും ജിമ്മി യൂസോയെയും LA Knight തള്ളുകയുണ്ടായി. ജേയും LA Knightും തമ്മിൽ റിംഗിൽ വെച്ചൊരു ഫൈറ്റ് നടന്നു. ജിമ്മി യൂസോയുടെ കാലിൽ നിന്നും ഒരു സൂപ്പർ കിക്ക് LA Knightന് കൊടുത്തു. ജേ യൂസോ ഒരു ചെയർ എടുത്തുകൊണ്ട് റിംഗിലേക്ക് വന്നു LA Knightനെ തല്ലാൻ വേണ്ടി. എന്നാൽ ജിമ്മി യൂസോ അത് തടഞ്ഞു വെക്കുകയുണ്ടായി. നീ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക എന്നുള്ള രീതിയിൽ ജിമ്മി യൂസോ അവിടെ നിന്നും പറഞ്ഞു. പക്ഷെ ആ ഒരു ചെയർ ഷോട്ട് കൊടുക്കാൻ വേണ്ടി ജേ യൂസോക്ക് കഴിഞ്ഞില്ല. LA Knight ഉടനെ തന്നെ ആ ഒരു ചെയർ എടുത്തുകൊണ്ട് ജിമ്മി യൂസോയെയും ജേ യൂസോയെയും അറ്റാക്ക് ചെയ്തു. എന്നാൽ പ്രതീക്ഷിക്കാത്ത വ്യക്തി അവിടേക്ക് വന്നു. യെസ്, ജേക്കബ് ഫാറ്റു. ജേ യൂസോയോടും ജിമ്മി യൂസോയോടും അതൃപ്തി ഉണ്ടായിരുന്ന ജേക്കബ് ഫാറ്റു വന്നുകൊണ്ട് അവരെ രക്ഷിച്ചു. ടോങ്കൻ ഡെത്ത് ഗ്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള തന്റെ ആ ഒരു സ്പെഷ്യൽ സബ്മിഷൻ മൂവ് LA Knightന്റെ മുകളിൽ ജേക്കബ് ഫാറ്റു ചെയ്യുകയുണ്ടായി. ജിമ്മി യൂസോയെയും ജേ യൂസോയെയും ജേക്കബ് ഫാറ്റു രക്ഷിച്ചു. ഇനി നമ്മൾ ഒരു ടീമാണ്, ബ്ലഡ് ലൈൻ ആണ് എന്ന് ജേക്കബ് ഫാറ്റു അവിടെ നിന്നും ആർത്തു വിളിച്ചു പറഞ്ഞു. യെസ്, ബ്ലഡ് ലൈൻ എല്ലാവരും ഒരുമിച്ചു. അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. എന്തൊക്കെ നടക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.